എല്ലാവർക്കും നമസ്കാരം. അനൂപ് ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ടുണ്ടേ. ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് വേഗം കേട്ടാലോ? ഹരേ കൃഷ്ണ. ചേട്ടാ, ഞാൻ അനൂപ്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഭവം പങ്കുവച്ചിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലെ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായിട്ടുള്ള അനുഭവം പങ്കുവെക്കട്ടെ. എൻ്റെ ജോലി വിദേശത്താണ്. ലീവിൽ നാട്ടിലെത്തി. ഇക്കുറി വളരെ ബിസിയായിരുന്നു. ഗുരുവായൂർ, തിരുപ്പതിയൊക്കെ പോയി ഭഗവാനെ കണ്ടു തൊഴുതു. എങ്കിലും കുറേ നാളായി ഓർക്കുന്നുണ്ട് നാട്ടിലുള്ള ആ ധന്വന്തരി മൂർത്തിയുടെ അമ്പലത്തിൽ പോകണമെന്ന്. വെക്കേഷനിൽ കുറച്ച് നാൾ മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. വൈഫിന് പരാതിയുമായിരുന്നു അമ്പലത്തിൽ മാത്രം പോകാതെ മറ്റ് സ്ഥലങ്ങളിലും പോയി കറങ്ങണമെന്ന്. അങ്ങനെ ഇരിക്കെ എൻ്റെ ലീവ് കഴിഞ്ഞു വരികയായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ വൈഫ് പറയുന്നത്, ധന്വന്തരി മൂർത്തിയുടെ അമ്പലത്തിലെ പാൽപ്പായസം കഴിക്കണം. ഒന്നും നോക്കിയില്ല, ഓൺലൈൻ പാൽപ്പായസം ബുക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, പായസം ഉച്ചയ്ക്ക് 1 മണിക്കാണ് കൊടുക്കുന്നത്. പായസവും വാങ്ങി ഭഗവാനെ തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ വഴിപാടിൻ്റെ ദിവസം രാവിലെ 10:30 മണിയായി. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത, ഒന്ന് ഗൂഗിളിൽ നോക്കാം, അമ്പലം ക്ലോസ് ചെയ്യുന്ന ടൈം. അങ്ങനെ നോക്കിയപ്പോൾ രാവിലെ 11:30 അടയ്ക്കുമെന്ന് കണ്ടു. ഒന്നും ആലോചിക്കാതെ കാറെടുത്ത് മകനെയും വൈഫിനെയും കൂട്ടി പെട്ടെന്ന് അമ്പലത്തിൽ പോയി. അമ്പലത്തിലെത്തിയപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞിരുന്നു. നട അടച്ചിരുന്നു. ശിവേലി അവസാന റൗണ്ട് കഴിഞ്ഞു. ഭഗവാനെ കൊണ്ട് തിരുമേനി നാലമ്പലത്തിലും പിന്നീട് ശ്രീകോവിലിനകത്തേക്കും കയറുന്നു. ഒന്നും ചിന്തിച്ചില്ല. തിരുമേനിയുടെ പുറകിൽ നടന്ന് നാലമ്പലത്തിനുള്ളിൽ കയറി. വേറെ ആരുമില്ല. ഉടനെയാണ് തിരുമേനി ശ്രീകോവിൽ നിന്ന് പുറത്തിറങ്ങിയത്. ശ്രീകോവിൽ വാതിലടയ്ക്കാനായി ഒരു വാതിൽപ്പാളി അടയ്ക്കുന്നു. ഞാൻ ശ്രീകോവിലിന് മുന്നിൽ. പെട്ടെന്ന് തിരുമേനി ആരോ തിടപ്പള്ളിയിൽ നിന്ന് വിളിച്ചു. അദ്ദേഹം ഒരു വാതിൽപ്പാളി അടയ്ക്കാതെ ഏകദേശം 10 സെക്കൻഡ് തുറന്നു വെച്ചു. വർത്തമാനം പറയുന്നു. ആ 10 സെക്കൻഡ് ഞാൻ ഭഗവാനെ നന്നായി തൊഴുതു. പിന്നെ തിരുമേനി വാതിലടച്ചു. തീർച്ചയായും ഭഗവാൻ എനിക്ക് തൊഴാൻ വേണ്ടി ആ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തു. ഗൂഗിൾ നോക്കാൻ തോന്നിപ്പിച്ചതും ഭഗവാനാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഭഗവാനെ അടുത്ത വെക്കേഷനിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. എന്താ കഥ? ഹരേ കൃഷ്ണ മാധവ മധുസൂദന ഓം ധന്വന്തരേ നമ. അനൂപേ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 സെക്കൻഡ് അത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. ഗൂഗിളിൽ നോക്കാനും കാറെടുത്തിട്ട് പെട്ടെന്ന് തന്നെ എവിടെ എത്താനും പിന്നെയല്ലേ 1 വർഷം കഴിയുമെന്നൊക്കെ ഭഗവാൻ അറിയാം. ഭഗവാൻ ഓരോരുത്തരെയും കാണുന്നുണ്ട്. ഓരോരുത്തരെയും ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭാര്യ മറ്റിടങ്ങളിൽ പോകണമെന്ന് പറയുമ്പോഴും അമ്പലങ്ങളിൽ തന്നെ പോയിട്ട് എന്താണ് അതൊരു സുഖമുള്ള കാര്യം തന്നെയാണല്ലേ. അല്ല, യാത്ര എന്ന് പറയുന്നത് തന്നെ സുഖമുള്ള കാര്യമാണ്. ഏത് ക്ഷേത്രങ്ങളിലേക്കായാലും മറ്റെവിടങ്ങളിലേക്കായാലും യാത്ര നമ്മുടെ മൈൻഡിന് ഒരു റിഫ്രഷ്മെൻറ്റ് നൽകുന്നൊരു സംഭവമാണ്. അപ്പം ഭക്തിയോടെയുള്ള യാത്രയാണെങ്കിൽ അതൊരു പ്രത്യേക സുഖമാണ്. ഈ ഒരു അനുഭവത്തിൽ ആ ഒരു 10 സെക്കൻഡിൻ്റെ വാല്യൂ കണ്ടില്ലേ. അവിടെ എത്തിയ ആ ഒരു സമയം മാത്രം അനൂപെ കണ്ടോളൂ എന്നും പറഞ്ഞിട്ട് തുറന്നു കൊടുക്കുകയാണ്. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ കൃഷ്ണ വിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ.